തലകുലുക്കി ചെവിയും വാലും ആട്ടി തുമ്പിക്കൈ ഉയർത്തി വെള്ളം ചീറ്റി കോമ്പാറ കണ്ണൻ എന്ന യന്ത്ര ആന ഇനി മുതൽ കോമ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രമുറ്റത്തുണ്ടാകും. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് ഇന്ത്യ എന്ന സംഘടനയും സിത്താറിസ്റ്റ് അനുഷ്ക ശങ്കറും ചേർന്നാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മെക്കാനിക്കൽ ആനയെ സമ്മാനിച്ചത്. ആനയുടെ സമർപ്പണം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഉണ്ണായി വാര്യർ കലാനിലയം സെക്രട്ടറി സതീഷ് വിമലൻ നിർവഹിച്ചു. കഴുത്തിൽ മണിയും വടവും കെട്ടി സ്വർണവർണ്ണ നെറ്റിപ്പട്ടം ചാർത്തി നിന്ന കോമ്പാറ കണ്ണനെ കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം സെക്രട്ടറി കാവനാട് രവി നമ്പൂതിരി, ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് പ്രതിനിധി വെങ്കിടാചലം, ശ്രീകുട്ടി രാജയ്, അനുഷ്ക യാദവ്, ശ്രേയ മനോജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുബായ് ഫെസ്റ്റിവലിനുൾപ്പെടെ മെക്കാനിക്കൽ ആനകളെ നിർമ്മിച്ചു നൽകിയ ചാലക്കുടി പോട്ട ഫോർ ഹി ആർട്സ് ക്രിയേഷൻസിലെ ശില്പികളായ പി പ്രശാന്ത, കെ എം ജിനേഷ്, എം ആർ റോബിൻ, സാന്റോ ജോസ് എന്നിവരാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആനയെ നിർമ്മിച്ചത്. ക്ഷേത്രത്തിലെ സ്ഥലപരിമിതിയും ആന ഏക്കം, ചമയം, മറ്റു സാമ്പത്തിക ചെലവുകളും ആന വിരണ്ടോടിയുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാനാണ് ആന എഴുന്നള്ളിപ്പ് വേണ്ട എന്ന തീരുമാനമെടുത്തത്. കാവനാട് മനയുടെ കീഴിൽ വരുന്ന 100ഓളം വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2016 മുതൽ ഉത്സവത്തിന് തേരിൽ എഴുന്നള്ളിപ്പ് നടക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ പെറ്റ ഇന്ത്യ ക്ഷേത്രം അധികൃതരെ സമീപിച്ച് മെക്കാനിക്കൽ ആനയെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആനയെ എത്തിക്കാൻ തീരുമാനമായത്. 800 കിലോഗ്രാം ഭാരമുള്ള ആനയെ റബ്ബർ, ഫൈബർ, മെറ്റൽ, മെഷ്, ഫോം ഷീറ്റ്, സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 മോട്ടോറുകളിൽ പ്രവർത്തിക്കുന്ന കൊമ്പന് തല കുലുക്കാനും ചെവികളും കണ്ണുകളും ചലിപ്പിക്കാനും വാലാട്ടാനും തുമ്പിക്കൈ ഉയർത്താനും വെള്ളം തളിക്കാനും കഴിയും. ആളുകൾക്ക് കയറിയിരിക്കാനും പ്ലഗ് ഇൻ ചെയ്ത് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന തരത്തിലാണ് ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. പെറ്റ ഇന്ത്യ സഹകരണത്തോടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് നൽകുന്ന 5ാമത്തെയും തൃശൂർ ജില്ലയിലെ 2ാമത്തെയും യന്ത്രയാനയാണ് കോമ്പാറ കണ്ണൻ. ഇന്ന് പെറ്റ എന്ന് പറയുന്ന മൃഗസ്നേഹി സംഘടന, അന്താരാഷ്ട്ര രീതിയിൽ തലത്തിൽ പ്രവർത്തിക്കുന്ന പെറ്റ സംഘടന നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു മെക്കാനിക്കൽ ആനയെ തരികയാണ്. 2016 നമ്മളിവിടെ, അതേവരെ എല്ലാ വർഷവും ആന എഴുന്നള്ളിപ്പുള്ളത്, 2016 നമ്മൾ ആന എഴുന്നള്ളിപ്പ് ജീവനുള്ള ആന വേണ്ട എന്ന് തീരുമാനിച്ചു. അതായത് ആനയോട് വർദ്ധിച്ചു വരുന്ന ക്രൂരതയാണ് നമ്മളെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ സ്ഥലം അമ്പലം അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലപരിമിതി ഉള്ളതാണ്, ചുറ്റുപാടും വീടുകളുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ആനയൊക്കെ കൈ വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല എത്രയോ ബുദ്ധിമുട്ടാണ്. ഇരിഞ്ഞാലക്കുട അമ്പലം പോലെ വലിയ വിശാലമായിട്ടുള്ള മതിൽക്കകളുള്ള സ്ഥലത്തൊക്കെ ആന എഴുന്നള്ളിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ചെറിയ സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലത്ത് ആനയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആനകളെ പാലിക്കുന്നവർ അത് വേണ്ട രീതിയിലല്ല പാലിക്കുന്നത് കൊണ്ടാണ് ആന ഇപ്പോൾ കൈവിട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്നലെ കൂടി നമ്മുടെ ഇവിടെ ചെറായി ഒരു കുന്നംകുളത്ത് അടുത്തൊരു അമ്പലത്തിൽ ആന കടങ്ങിയിട്ട് ഒരു വാർത്ത പത്രത്തിൽ കണ്ടു. അപ്പോൾ ആനയെ വളരെ ഭീകരമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്, മർദ്ദിക്കലും അതിനെ ഉപദ്രവിക്കലും. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് വളരെ സങ്കടം തോന്നിയിട്ടാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.